MCS 226 ഡാറ്റാ സയൻസ് ആൻഡ് ബിഗ് ഡാറ്റ എന്ന പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാ സയൻസ്. ഈ മൊഡ്യൂളില് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡാറ്റാ സയൻസിന്റെ ഡെഫിനിഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, ബേസിക് മെത്തേഡ്സ് ഓഫ് ഡാറ്റ അനാലിസിസ് ആൻഡ് common misconceptions of data analysis, applications of data science and data science life cycle. ഇത്രയും സെക്ഷൻസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് നമുക്ക് ഈ മൊഡ്യൂളിലുള്ളത്. കാരണം നമ്മൾ ഇതിലെല്ലാ കാര്യങ്ങളും ഒരു പുതിയ ടേംസ് കുറെ നിങ്ങൾ പഠിക്കും. ഡാറ്റ പിന്നീട് നമുക്ക് ആവശ്യമുള്ള ടേംസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡാറ്റ സയൻസിൽ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇപ്പോൾ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബിഗ് ഡാറ്റ, ഇതൊക്കെ നമുക്കൊരു ഫെമിലിയർ വേർഡ്സ് ആണ്. കുറെ മുമ്പ് അത് അത്ര കോമൺ ആയിട്ടില്ലായിരുന്നെങ്കിലും ഇപ്പൊ അത് നമുക്ക് കുറെ കോമൺ ആയി വരുന്ന കാര്യമാണ്. നമ്മൾ ശരിക്കും അറിഞ്ഞും അറിയാതെയും ഡാറ്റ സയൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു വീഡിയോ, ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വീഡിയോ കാണുന്നതിലാണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡാറ്റകൾ തന്നെ, അതിനായിട്ട് കണക്ട് ചെയ്ത ഡാറ്റകൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണ് ലഭിക്കുന്നത്, അതെങ്ങനെ അവിടെ പിന്നിൽ നടക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇത് സെർച്ച് ചെയ്തു, നിങ്ങൾ ഇതിനെ അറിയാൻ പറ്റി, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുമ്പോൾ, അതായത് ഇതിന്റെ ബാക്കിലുള്ളവർക്ക് മനസ്സിലാവുമ്പോൾ അവര് ഇത് തന്നെ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ഇത് തരികയാണ്. പിന്നീട് നിങ്ങളുടെ ഫീഡ് ഫുൾ ഈ ടൈപ്പ് കാര്യങ്ങൾ തന്നെയായിരിക്കും വരിക. അപ്പൊ അത് എങ്ങനെയാണ് നടക്കുന്നത്? ഇത് ഡാറ്റ നമ്മളെ പറ്റിയുള്ള ആ ഡാറ്റ അവരവിടെ സ്റ്റോർ ചെയ്ത് അനലൈസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പം നമ്മൾ പറയുന്ന ഫോണിന് ചെവി കേൾക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ ഒരു ബെഡ്ഷീറ്റിനെ പറ്റിയിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ, പിന്നെ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് അതിനെ പറ്റിയുള്ള അഡ്വർടൈസ്മെന്റ് ആണ് വന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത്? ഇത് ഡാറ്റ നമ്മളെ പറഞ്ഞ ആ ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്യുമ്പോൾ ആ ഡാറ്റ അവർ അനാലിസിസ് ചെയ്ത് നമുക്ക് പിന്നെ അത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഇതിന്റെ ഒന്ന് വൈഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അത് നമുക്ക് കളക്ഷൻ, നമ്മളുടെ പലതരത്തിലുള്ള കുറേ തരം ഡാറ്റകൾ, ഓരോ സെക്കൻഡിലും കുറേ ഡാറ്റകൾ ഉണ്ടാവുകയാണ്. അപ്പൊ ആ ഡാറ്റകളെ കളക്ട് ചെയ്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നല്ലൊരു നമുക്ക് അതിന് ഇത്രയും ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് അത് നല്ലൊരു ഫോമിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ അതിനെ അനാലിസിസ് ചെയ്ത് നമ്മൾ അതിന് ഒരു നല്ല ഡിസിഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഡിസിഷൻ ഉണ്ടാക്കി അത് നന്നായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാനും പറ്റും, ഓഫ് കോഴ്സ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു പ്രോസസ്സാണ് ശരിക്കും ഡാറ്റ സയൻസിൽ വരുന്നത്. അതായത് കളക്ട് ചെയ്തത് തൊട്ട് നമ്മൾ ഇതിനെ പ്രസന്റ് ചെയ്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്, നമുക്കൊരു നല്ല ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത് വരെയുള്ള ഒരു സെക്ഷൻ. ഇത്രയും ഇതിൽ നമ്മൾ ഈ സയൻസും കമ്പ്യൂട്ടറും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ, ആ ഒരു മൾട്ടി ഡിസിപ്ലിൻ ആണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. So the discipline of data sciences focus on the process of collection, integration and processing large amount of data to produce useful decision making. നമുക്ക് നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും അതിന്. സോ അതാണ് നമുക്ക് ചെറിയ ഡെഫിനിഷൻ, ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാവുന്നത്. ഇനി ഈ മൊഡ്യൂൾ ചാപ്റ്റർ യൂണിറ്റ് കഴിഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഏതൊക്കെ ഓർഗനൈസേഷൻസിൽ നമ്മൾ ഈ ഡാറ്റ സയൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതിന്റെ ബേസിക് ഡാറ്റ അനാലിസിസ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, നമ്മൾ ഇതിൽ വരുത്താവുന്ന കോമൺ മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ യൂണിറ്റ് പഠിക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കി കഴിയും. സോ ഫസ്റ്റ് നമ്മൾ മെയിൻ ഡെഫിനിഷനിലോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞതും അത് തന്നെയാണ്, ദിസ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആണ്. ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആണ്. മൾട്ടി ഡിസിപ്ലിനറി ഈ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിൽ ഒരു ഫീൽഡ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു സയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു
പലതരത്തിലുള്ള സയൻസുകളുടെ ഒരു കോമ്പിനേഷനാണ് അല്ലെങ്കിൽ ഒരു ഇന്റർസെക്ഷനാണ് നമുക്ക് ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത്. നമുക്ക് കമ്പ്യൂട്ടർ ഫീൽഡ് വേണം അല്ലെ, കമ്പ്യൂട്ടിംഗ് ഫീൽഡിൽ നമുക്കുള്ള ഏരിയ വേണം. നമുക്ക് ലാംഗ്വേജ് നിങ്ങളുടെ കുറച്ച് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ സോഫ്റ്റ്വെയർസ്, അങ്ങനെയുള്ള കുറച്ച് ടൂൾസ് നമുക്ക് ആവശ്യമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ് ടൂൾസ് നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പിന്നെ എക്സ്ട്രാ നിങ്ങൾ ഏത് ഡൊമൈനിലാണ് നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെയും കൂടി നമുക്ക് ആവശ്യം വരും. അപ്പൊ ഇങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആണ് ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റാ സയൻസ് എന്ന് ഈ ഡാറ്റ ധാരാളമായി ഉണ്ടാവുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ അതിനെ കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മൾ അതൊരു ഇന്റഗ്രേറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മൾ അതിനെ എങ്ങോട്ട് കൊണ്ടുവരികയാണ്, നമ്മുടെ ഇൻഫർമേഷനിലോട്ട് കിട്ടുന്ന ഫോമിലോട്ട് കൊണ്ടുവന്ന് പിന്നീട് അതിന് ഇൻഫർമേഷൻ കിട്ടി നമ്മൾ അതിനെ നമുക്കൊരു ഫ്യൂച്ചറിലോട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പ്ലാനിങ് ചെയ്യാൻ പറ്റുന്ന ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലിലോട്ട് എത്തിക്കാം. ശരിക്കും പറഞ്ഞാൽ ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോളജ്, ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിസിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഡിസിഷൻ മീൻസ് അത് പ്രെഡിക്റ്റീവ് പ്ലാനിങ് മോഡൽസ് ആവും, ഫോർകാസ്റ്റിംഗ് ആവും, എല്ലാം ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം ഈ ഡാറ്റയിൽ നിന്ന്, ഈ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ നിന്ന്. അതാണ് ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത്. സോ മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആണ്. And data science application collects data and information from multiple heterogeneous source. So, heterogeneous source എന്ന് പറയുമ്പോൾ അത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഴ്സ് ആണ്, എല്ലാം ഡിഫറെന്റ് ഫോർമാറ്റിലായിരിക്കും. അപ്പൊ എന്താണോ നമ്മുടെ ആവശ്യം അത് പ്രകാരമായിരിക്കും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് പലതരത്തിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഹെട്രോജീനിയസ് സോഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഴ്സ് നിന്ന് നമ്മൾ ഇത് കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ പ്രോസസ് ആൻഡ് അനാലിസിസിലൂടെയൊക്കെ കടത്തിവിട്ട് അതിന് നമുക്ക് പലതരത്തിലുള്ള ടൂൾസ് നമുക്ക് ആവശ്യമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആവാം, അത് നമ്മൾ യൂസ് ചെയ്ത് ഇത് അനലൈസ് ചെയ്ത് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും നമുക്ക് പറ്റണം. അങ്ങനെയും അതും ഒരു ഡാറ്റാ സയൻസിന്റെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഇത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. പ്ലാനിങ് ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ കഴിഞ്ഞിരിക്കാം. അപ്പൊ അതാണ് ഡാറ്റാ സയൻസിന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഈ ഒരു ഡയഗ്രാം നോക്കൂ. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഡയഗ്രാം ആണ്. ഇതിൽ നിന്ന് കറക്റ്റ് നമുക്ക് ഡാറ്റാ സയൻസ് എന്താണെന്ന് മനസ്സിലാവും. ഇപ്പൊ നോക്കൂ, ഈ സൈഡിൽ നമ്മൾ പ്രോഗ്രാമിംഗ്, വിഷ്വലൈസേഷൻ, മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടിംഗ്, ബിഗ് ഡാറ്റ, ഡാറ്റാബേസ് സിസ്റ്റം. ഇവിടെ ആ കമ്പ്യൂട്ടർ ഫീൽഡ് അല്ലെ, കമ്പ്യൂട്ടർ ഫീൽഡ് ഫുൾ നമുക്ക് ഈ ഏരിയയിൽ കാണാം. ആൻഡ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മോഡലിംഗ് ആൻഡ് സിമുലേഷൻ, അനലിറ്റിക്കൽ മെത്തേഡ്സ് ആണ് ഇവിടെ. ഇങ്ങനെ ഈ കമ്പ്യൂട്ടിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് മെത്തേഡ്സിന്റെ ഒരു ഇന്റർസെക്ഷൻ ആണ് ഡാറ്റാ സയൻസ് ശരിക്കും പറയാൻ. പക്ഷെ പ്ലസ് ഒരു ഡൊമൈൻ നോളജും കൂടി കണ്ടിട്ടുണ്ടോ? ഈ ഡൊമൈൻ നോളജിന്റെയും കൂടി ഒരു ഇന്റർസെക്ഷൻ ആയിട്ടാണ് നമ്മളിവിടെ ഡാറ്റാ സയൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് എന്താ ഡൊമൈൻ നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ബിസിനസ്സിലോട്ടാണ് നിങ്ങൾ ഇത് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. കമ്പ്യൂട്ടിങ്ങും മാത്തമാറ്റിക്സ് നോളജും മാത്രം പോരാ, നിങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റി ഒരു ഐഡിയ വേണം. അതാണ് ഈ ഡൊമൈൻ നോളജ്. ആ ബിസിനസ്സിനെ പറ്റിയും കൂടി നിങ്ങൾ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റും. ഹെൽത്ത് കെയറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ഡാറ്റ അനലിറ്റിക്സ് ആവും. അതായത് നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ നമ്മൾ ഈ ഡാറ്റാ സയൻസിന്റെ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത് ആ ഡൊമൈനിലെ നോളജ് നമുക്ക് എന്തായാലും ആവശ്യമാണ്. അപ്പൊ അതാണ് ഈ ഡൊമൈൻ നോളജ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഒരു മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആണ് എന്ന് പറയുന്നത്. കണ്ടു, ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സയൻസ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്കിതിനെ മൾട്ടി ഡിസിപ്ലിനറി സയൻസ് എന്ന് ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഏരിയാസിൽ എങ്ങനെയാണ് ഡാറ്റാ സയൻസ് ഹെൽപ്ഫുൾ ആവുന്നത് എന്ന് പറയുന്നതാണ്. ഇത് ശരിക്കും എന്താന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഡാറ്റ അനലിസ്റ്റിന്റെ ഒരു ഫോമിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, മേക്കിംഗ് ബിസിനസ് ഡിസിഷൻസ് സച്ച് ആസ് ഡിസൈഡിങ് ദ ഹെൽത്ത് ഓഫ് കമ്പനീസ് വിത്ത് ഹോം ദേ പ്ലാൻ ടു കൊളാബറേറ്റ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നമുക്ക് ആരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യണം, അത് ഏത് സമയത്ത് കൊളാബറേറ്റ് ചെയ്യണം, ആരുടെ കൂടെ എപ്പോൾ കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരാളുടെ ഇതായിട്ടുള്ള സമയത്തല്ല, അത് എങ്ങനെ ഏത് സിറ്റുവേഷൻസിലാണ് നമുക്കത് ഇത് ചെയ്യാൻ പറ്റുന്നത്, കൊളാബറേറ്റ് ചെയ്യേണ്ട ആരുടെ കൂടെ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ബിസിനസ് ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. അതുമാതിരി ഇപ്പോഴത്തെ പ്രസന്റ് ട്രെൻഡ്സ് യൂസ് ചെയ്തിട്ട് കമ്പനിയുടെ ഫ്യൂച്ചറിലോട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഫ്യൂച്ചറിലോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പത്തെ ട്രെൻഡ് ഇതാണ്, ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഫ്യൂച്ചറിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഡിസിഷൻസ് മേക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അടുത്ത പോയിന്റ് അതിനാണ് എങ്ങനെ നമുക്ക് ടാർഗറ്റിംഗ് നമുക്ക് അച്ചീവ് ചെയ്യാം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഈ ബിസിനസ് ഡാറ്റ സയൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ 3 പോയിന്റും മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്നത്തെ കാലത്ത് നല്ലൊരു ബിസിനസ് നന്നായിട്ട് ഫോർവേഡ് ചെയ്യാം, നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നല്ല ബിസിനസ് ഡിസിഷൻസ് എടുക്കണം അല്ലെ, നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ തോന്നിപ്പിക്കണം. അങ്ങനെ തോന്നിപ്പിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അതിനെപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ പ്രീവിയസ് ഡാറ്റ നമുക്ക് കിട്ടി, അത് അനാലിസിസ് ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഡാറ്റ സയൻസ് അവിടെ ഇമ്പോർട്ടന്റ് ആവുന്നത്. പ്രീവിയസ് ഓർ പ്രസന്റ് ഡാറ്റ എന്ന് വെച്ചിട്ട് വേണം നമുക്കിത് ഡിസിഷൻസ് ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് ഡാറ്റ സയൻസ് ഹെൽപ്ഫുൾ ആവുന്ന ഇവിടെ. ഇത് ബിസിനസ് ഡാറ്റ അനലിസ്റ്റിൽ ഇപ്പൊ ധാരാളം ചെയ്യും. അപ്പൊ നന്നായിട്ട് ബിസിനസ് നമുക്ക് കൊണ്ടുപോകാൻ ഇതിവിടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി കുറച്ചും കൂടി ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ നമ്മളോട് നമ്മളുടെ ഒരു സോഴ്സിൽ നിന്ന് നമുക്കൊരു ഡെസ്റ്റിനേഷൻസിലേക്ക് എത്തണം. ഇത് ശരിക്കും ഈ ഫസ്റ്റ് 4 പോയിന്റ് കറക്റ്റ് ഇത് തന്നെയാണ് പറയുന്നത്, അതൊന്ന് മാറ്റി പറയുന്നതാണ്. അതായത് നമുക്കൊരു സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ബെസ്റ്റ് റൂട്ട്, ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എത്താവുന്ന റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മളെ ഡാറ്റ സയൻസ് ഹെൽപ്പ് ചെയ്യും. ഇപ്പോ നമ്മളിങ്ങനെ നമ്മുടെ ഗൂഗിൾ മാപ്പൊക്കെ നമ്മളോട് പറയില്ലേ ചില സമയത്ത്, നിങ്ങൾ ഈ വഴി കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ 2 വഴിയുണ്ട്, പക്ഷെ ഈ വഴി കൂടെ പോകുന്നതാണ് ഇന്നും ബെറ്റർ എന്ന് പറയില്ല. അതായത് അങ്ങനെ കോൺസ്റ്റന്റ്ലി മോണിറ്ററിങ് ചെയ്യുന്ന ഒരു ട്രാഫിക് ഫ്ലോയില് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ബെസ്റ്റ് റൂട്ട് ഏതാണ് എന്ന് നമുക്ക് പറയാം. കാരണം അവിടെ ഇന്നും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്നാണ് അവരിത് പറയുന്നത്, ഇന്ന് ഈ വഴി കൂടെ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന് അവിടെ പ്രശ്നം നടക്കുകയാണ്. അത് എങ്ങനെയാണ് ആ ഡാറ്റ സ്റ്റോർ ചെയ്ത് അനാലിസിസ് ചെയ്തിട്ടാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ടപ്പ് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതായത് നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ, ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുറച്ച് ഇതിൽ നമ്മൾ തന്നെ ഡാറ്റ സയൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെയും ഡാറ്റ സയൻസ് ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏത് റൂട്ട് കൂടെ ഏത് ടൈമിൽ പോവുകയാണെന്ന് നമുക്ക് കറക്റ്റ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മുടെ കോസ്റ്റ് കുറയും അല്ലെ, ലോജിസ്റ്റിക് കോസ്റ്റ് കുറയും. അതായത് ലോജിസ്റ്റിക് ഫീൽഡിൽ ഡാറ്റ സയൻസ് വളരെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോജിസ്റ്റിക് കോസ്റ്റ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും ഇതിൽ. എങ്ങനെ ഏത് സമയം, അതായത് ഇത് ഫുഡ് കേടുവരാതെ എങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് എത്തിക്കാം അതറിയാൻ വേണ്ടി. ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ നമ്മുടെ അഡ്വർടൈസിങ് ഏജൻസീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ എന്തിന്റെ ബേസിൽ ഇത് ചെയ്യണം, എങ്ങനെ നമുക്കത് ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തിക്കാം, ഇത് നമ്മളെങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഇങ്ങനെയായിരിക്കും ഫോർമാറ്റ് ഫോളോ ചെയ്യേണ്ടത്, അതൊക്കെ അനാലിസിസ് ചെയ്യാൻ നമുക്ക് ഡാറ്റ സയൻസ് യൂസ് ചെയ്യണം. അപ്പൊ എന്താ വെച്ചാൽ ഈ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന് വേണ്ടി കഴിക്കുന്ന എക്സ്പെൻസ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുമാതിരി നമുക്ക് യൂസ് ചെയ്യാവുന്ന പബ്ലിക് ഹെൽത്ത് പോളിസീസ്, ഡിസാസ്റ്റേഴ്സ് ഒക്കെ സംഭവിക്കുമ്പോൾ പബ്ലിക് ഹെൽത്ത് പോളിസീസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സ്റ്റഡി എൻവയറമെന്റൽ ഇമ്പാക്ട് പിന്നെ സ്റ്റഡി ചെയ്യാൻ. അതായത് ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമുക്ക് നമ്മുടെ ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി നമുക്കിപ്പോ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ഡിസാസ്റ്റേഴ്സ് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് പോളിസി, അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ആണെങ്കിലും നമ്മളുടെ ഏത് ഫീൽഡിലാണെങ്കിലും നമുക്ക് ഉള്ള ഒരു സിറ്റുവേഷൻ ട്രെൻഡ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒരു ഇത് വിചാരിച്ച് നമുക്ക് എങ്ങനെ ബെറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, അത് നമുക്ക് ഇതിന്നാണ് മനസ്സിലാക്കാൻ പറ്റും, ഡാറ്റ സയൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് എങ്ങനെ, അത് ഏത് ഫീൽഡിൽ എടുത്താലും, ഇപ്പൊ നിങ്ങൾ സിവിലിന്റെ ഫീൽഡിലാണെങ്കിലും നിങ്ങൾക്ക് ഏത് ഫീൽഡിൽ എടുത്താലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഡാറ്റ നമുക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഡാറ്റ അനാലിസിസ് ചെയ്താൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് ഈ സമയത്ത് ബിസിനസ് മൈൻഡിൽ നമുക്ക് നോക്കുമ്പോൾ ഈ സമയത്ത് ഇത് ഇപ്പൊ ചെയ്താൽ നമുക്ക് നന്നായിരിക്കും. ആൾക്കാർ അത് തന്നെയാണ് ചെയ്യുന്നതും. അപ്പൊ അതുമാതിരി ചെയ്യാൻ നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പൊ നല്ല സ്മാർട്ട് സിറ്റീസ് സേവിങ്സ്, യൂസ്ഫുൾ ഇൻ സേവിങ്സ് ഓഫ് റിസോഴ്സ് ഇൻ സ്മാർട്ട് സിറ്റീസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡാറ്റ സയൻസ് വെച്ചിട്ട് ഹെൽപ്ഫുൾ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂസ്ഫുൾ ആണ് നമുക്ക്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏത് ഫീൽഡാണോ നിങ്ങൾ എടുത്ത് അവിടെ നമുക്കൊരു നല്ല റിസൾട്ട്, ബെറ്റർ ഡിസിഷൻ ഫ്യൂച്ചറിലോട്ട് ചെയ്യാൻ ഇത് ഇപ്പൊ ലോഞ്ച് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറയില്ലേ, അത് മാതിരി ചെയ്യാൻ നമുക്ക് ഈ ഡാറ്റ സയൻസ് യൂസ്ഫുൾ ആയിരിക്കും.
ഇനി ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇതിലോട്ട് കിടക്കാം. ടൈപ്സ് ഓഫ് ഡാറ്റ ആണ് ആദ്യം പറയുന്നത്. ടൈപ്സ് ഓഫ് ഡാറ്റയിൽ ഇത് ശരിക്കും ബിഗ് ഡാറ്റയുടെ ടേംസിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബിഗ് ഡാറ്റയിൽ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഇങ്ങനെ 3 തരത്തിൽ ഡാറ്റ ഉണ്ട് എന്ന് പറയുന്നത്. 3 തരത്തിലല്ല 4 തരത്തിലുണ്ട്. പക്ഷെ ഈ ഡാറ്റ സ്ട്രീംസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഡിഫറൻസിൽ ഇതിനായിട്ട് കണക്ട് ചെയ്തായിരിക്കണം. സോ നമുക്ക് എന്തായാലും നമ്മുടെ 4 തരത്തിൽ എന്ന് തന്നെ പറയാം. സ്ട്രക്ചേർഡ് ഡാറ്റ, സെമി സ്ട്രക്ചേർഡ് ഡാറ്റ, അൺസ്ട്രക്ചേർഡ് ഡാറ്റ, ഡാറ്റ സ്ട്രീംസ്. ഇത് ബിഗ് ഡാറ്റയുടെ ബേസിസിൽ ടൈപ്സ് ഓഫ് ഡാറ്റയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ. ഇപ്പൊ ഞാനിവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇതിൽ സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊരു കുറച്ച് അടക്കും ഒതുക്കും അതിനൊരു ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് അത്. അപ്പൊ അങ്ങനെ വരുന്നതാണ് സ്ട്രക്ചേർഡ് ടൈപ്പ്. അൺസ്ട്രക്ചേർഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു അടക്കൊതുക്കും കുറവ്, അത് ചിലത് പുറത്തോട്ട് വന്നിരിക്കുന്നുണ്ട്, ചിലത് കറക്റ്റ് ഫോളോ ചെയ്ത് ഓർഡർ കീപ്പ് ചെയ്യാതെ ഇരിക്കുന്നു അല്ലെ, ഓർഡർ കീപ്പ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ആൻഡ് സെമി സ്ട്രക്ചേർഡ് ആവുന്ന സമയത്ത് രണ്ടും അതായത് രണ്ടും ഉണ്ട്, സ്ട്രക്ചേർഡും ഉണ്ട് അൺസ്ട്രക്ചേർഡും ഉണ്ട്, അങ്ങനെ ഒരു മിക്സ് ആണ് അവിടെ കാണുന്നത്. സോ ഇതിൽ തന്നെ അത് മനസ്സിലായി, ഞാനൊരു ഇൻട്രോ തന്നു, ഇത് തന്നെയാണ് ഇനി പറയാൻ പോകുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് നോക്കാം. സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിന്റെ കമ്പ്യൂട്ടർ അങ്ങനെ നമ്മുടെ ബിസിനസ്സിലൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അത് തുടങ്ങിയിരുന്നത്. അപ്പൊ നമ്മളിത് കമ്പ്യൂട്ടറിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കൊബോൾ എന്നുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം RDBMS വന്നു. RDBMS വന്നപ്പോൾ നമ്മുടെ SQL ഒക്കെ ഇതായപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് പറ്റി. അതായത് സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫോക്കസ് നമുക്ക് സ്ട്രക്ചേർഡ് ഡാറ്റ എന്താണെന്നാണ്. സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്കീം ഉണ്ടാവും. ദ വേർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, സ്കീമ. ഈ സ്കീമ ഫോളോ ചെയ്തിരിക്കും സ്ട്രക്ചേർഡ് ഡാറ്റ, അല്ലെങ്കിൽ സ്കീമായിട്ട് കളക്ട് ചെയ്യും. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു വെൽ ഓറിയന്റഡ് ടേബിൾ ഫോർമാറ്റ് എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന ടേബിളിൽ നമുക്ക് റോസും കോളംസും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ റോസും കോളംസിലും കോളത്തിൽ ഇന്നത് ആയിരിക്കും നമുക്ക് വേണ്ടത്, ഇന്നതാണ് ഈ കോളത്തിൽ വേണ്ടത്, ഇന്നതാണ് ഈ റോള് വേണ്ടത് നമുക്ക് ഉണ്ടാവില്ലേ, ഡിഫൈൻഡ് ആയിരിക്കും അല്ലെ. ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യണം. അപ്പൊ അതിൽ വരുന്ന നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് ഒക്കെ ആ ഫോർമാറ്റ് കീപ്പ് ചെയ്യണം. അങ്ങനെ ആയിരിക്കും സ്ട്രക്ചേർഡ് ഡാറ്റ. കുറച്ച് നമ്മൾ ആ സ്കീമ ഫോളോ ചെയ്യും, അതിനൊരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു സ്കീം ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന കസ്റ്റമർ പറഞ്ഞിട്ട് ഒരു ടേബിൾ നിങ്ങൾ വിചാരിക്കാം. അപ്പൊ അതില് ID, കസ്റ്റമർ നെയിം, ഫോൺ, അഡ്രസ്, കസ്റ്റമർ കാറ്റഗറി, പാൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ, ഇതൊക്കെ ഓരോ കോളത്തിന്റെ ടൈറ്റിൽ ആണെങ്കിൽ, ഹെഡിങ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം അതിന്റെ താഴെ ഇതെന്നൊക്കെ അതേ ഫോർമാറ്റ് ഫോളോ ചെയ്യാം അല്ലെ. നെയിമിൽ നെയിമേ കൊടുക്കാൻ പാടുള്ളൂ, അതിൽ സ്ട്രിങ്ങേ പാടുള്ളൂ, ക്യാരക്ടറേ പാടുള്ളൂ, ഫോൺ നമ്പർ ആയിരിക്കണം, അത് ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഫോർമാറ്റ് ഫോളോ ചെയ്യാം. അതാണ് സ്ട്രക്ചേർഡ് ഡാറ്റ. അതിന് വെൽ ഫോർമാറ്റഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ആയിരിക്കും അത് ഉണ്ടായിരിക്കുക. അപ്പൊ അതാണ് സ്കീമ എന്നാണ് അത് ഇവിടെ യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ സ്കീമായിട്ട് ഇപ്പൊ അക്കൗണ്ട് ആണെങ്കിലും അതിന്റെ ആ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം അത് ആ ടേബിൾ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ SQL യൂസ് ചെയ്ത് SQL നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ട്രക്ചേർഡ് സ്റ്റോറേജ് ആയിട്ട് നമുക്ക് RDBMS വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയേ ഉള്ളൂ. സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും, അതായത് കുറച്ച് ഒതുങ്ങിയിരിക്കുന്ന ആ ഫോർമാറ്റ് സ്കീമ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? സ്കീമ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല അല്ലെ. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നാച്ചുറൽ ലാംഗ്വേജ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ എല്ലാ ഫോർമാറ്റും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിനൊരു ഇന്ന ഫോർമാറ്റ് അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതുമാതിരി സോഷ്യൽ മീഡിയ, ലാർജ് റിട്ടേൺ ടെക്സ്റ്റുവൽ ഡാറ്റ സച്ച് ആസ് ഇമെയിൽ ഡാറ്റ, സോഷ്യൽ മീഡിയ, ഈ ഡാറ്റയിൽ എല്ലാം നമ്മൾ യൂസ് ചെയ്യും അല്ലെ. സ്ട്രിങ്, ക്യാരക്ടർ, ന്യൂമറിക്കൽ, എല്ലാ ലോജിക്കൽ എക്സ്പ്രഷൻസ്, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യും. ഇങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ, അതായത് സ്പെസിഫൈ ചെയ്യാതെ ഒരു സ്കീമി ഫോളോ ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. അൺസ്ട്രക്ചേർഡ് ഡാറ്റയാണ് നാച്ചുറൽ സ്പീച്ച് ഡാറ്റ, ജിയോഗ്രഫിക്കൽ ഡാറ്റ, നമ്മുടെ മൊബൈൽ ഡാറ്റ, ഇമേജ് ഡാറ്റ, വീഡിയോ ഡാറ്റ, ഓഡിയോ ഡാറ്റ, ഇതൊന്നിനും ഒരു ഫോർമാറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. സ്ട്രക്ചേർഡ് മാതിരി ഇന്നത് ഇന്ന കാറ്റഗറിയാണ്, ഇന്നത് ഇന്ന കാറ്റഗറിയാണ്, അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഫോളോ ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം അൺസ്ട്രക്ചേർഡ് ആണ്. ആൻഡ് സ്ട്രക്ചേർഡിന് നമുക്കത് സ്റ്റോർ ചെയ്യാൻ നല്ലൊരു ഇതുണ്ട്. പക്ഷെ അൺസ്ട്രക്ചേർഡിന് നമുക്ക് ഹ്യൂജ് സ്റ്റോറേജ് സ്പേസ് ആവശ്യമായിരിക്കും. ആൻഡ് ഇതിന് നമ്മൾ വേറെ ടൂൾസ് വേണം നമുക്ക് അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ. സോ അതാണ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. ഇനി സെമി സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് വെച്ചാൽ എന്താ? പകുതി എന്തായിരിക്കും? സ്ട്രക്ചേർഡ് ആയിരിക്കും. അതായത് പകുതി സ്ട്രക്ചേർഡ്. നേരത്തെ ആ ഡയഗ്രാമിൽ കാണിച്ച മാതിരി കുറച്ച് ഒതുങ്ങിയിരിക്കുന്നു, കുറച്ച് ഒതുക്കമില്ലാതെ ഇരിക്കുന്നു അല്ലെ.
ഇതാണ് സെമി സ്ട്രക്ചേർഡ് ഡാറ്റ. ഇപ്പൊ ഇതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെമി സ്ട്രക്ചേർഡ് ഡാറ്റ സ്ട്രക്ചേർഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് ടാഗ് അല്ലെങ്കിൽ കീ വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യും, ടാഗിങ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്കിത് മനസ്സിലാവും. അങ്ങനെ അത് കുറച്ച് സ്ട്രക്ചേർഡ് ആവും, കുറച്ച് അൺസ്ട്രക്ചേർഡ് ആയിട്ട് മാറുന്നത്. അതിന് XML, JSON ഒബ്ജക്റ്റ് ഇതൊക്കെ നമുക്ക് സെമി സ്ട്രക്ചേർഡ് യൂസ് ചെയ്യാവുന്ന ഡാറ്റ ഇതാണ്. അതായത് ഇപ്പൊ ഇവിടെ നോക്കിയോ, ഈ എക്സാമ്പിളിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ബുക്ക് ആണ് മനസ്സിലായി. ടൈറ്റിൽ, ബുക്കിന്റെ ടൈറ്റിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ടൈറ്റിൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത്, ടൈറ്റിൽ ഡാറ്റ സയൻസ്. അപ്പൊ ടൈറ്റിൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ആ ടാഗ് അല്ലെങ്കിൽ കീ വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്കത് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അവിടെ അത് സ്ട്രക്ചേർഡ് ആവുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അതിനൊരു ഇതൊന്നുമില്ല, ഇങ്ങനെ എടുത്ത് പറയണം അല്ലെ. ഇപ്പൊ അതുകൊണ്ട് ഇത് എന്തായിട്ട് മാറണം, സെമി ആയിട്ട് മാറണം. സ്ട്രക്ചർ ആണോ ചോദിച്ചാണ്, അല്ലേ ചോദിച്ചാൽ അല്ല എന്ന് പറയണം. ഓക്കെ. ഇപ്പൊ പ്രൈസ് പറയുന്നത്, ഇത് പ്രൈസ് ആണ് നമുക്ക് പറഞ്ഞതുകൊണ്ട് മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ പ്രൈസ് എന്ന ടാഗ് ലൈൻ യൂസ് ചെയ്തിട്ടാണ് അത് അവിടെ പറയുന്നത്. സോ അങ്ങനെയാണ് അത് സെമി സ്ട്രക്ചേർഡ് ഡാറ്റ. അപ്പോൾ സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റാസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി ഡാറ്റ സ്ട്രീംസ് എന്ന് പറയുമ്പോൾ എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റ സ്ട്രീംസിൽ വരുന്ന ഡാറ്റ ഈ മൂന്നെണ്ണമാണ്, സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് ഡാറ്റ ആയിരിക്കാം. ഈ മൂന്ന് ഡാറ്റേഴ്സും നമുക്ക് ഡാറ്റ സ്ട്രീംസിൽ വരാം. പക്ഷെ ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റഡ്ലി ഇത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ട്രീം മാതിരി. അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസ് ഓഫ് ഡാറ്റ, ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഈ ഡാറ്റ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് റിപ്പീറ്റ് ആയി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ഡാറ്റ സ്ട്രീംസ്. അപ്പൊ ഈ ഡാറ്റ സ്ട്രീംസിലെ ഡാറ്റ ഈ മൂന്ന് ടൈപ്പ് ആവാം, സ്ട്രക്ചേർഡ് ആവാം, സെമി സ്ട്രക്ചേർഡ് ആവാം, അൺസ്ട്രക്ചേർഡും ആവാം. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡാറ്റ സ്ട്രീമിന് എക്സാമ്പിൾ ആയിട്ട് പ്രഷർ, ടെമ്പറേച്ചർ, വിൻഡ് ഡയറക്ഷൻ, വിൻഡ് സ്പീഡ്, ഹ്യൂമിഡിറ്റി എക്സെട്ര. അതൊരു പർട്ടിക്കുലർ പ്ലേസിൽ നമ്മൾ ഈ ഒരു സെൻസേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ദിവസം അല്ലെങ്കിൽ അതിന്റെ ടൈം എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിങ്ങനെ ഡാറ്റ നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ ആ ഡാറ്റ നമുക്ക് സ്ട്രക്ചേർഡ് ആണെന്ന് പറയാൻ പറ്റില്ല, അൺസ്ട്രക്ചേർഡ് ആണെന്ന് പറയാൻ പറ്റില്ല, സെമി സ്ട്രക്ചേർഡ് ആണെന്ന് പറയാം. ഇതിന്റെ ഒരു മിക്സ് ആയിരിക്കും അത് തരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളതാണ് ഇതില് ഡാറ്റ സ്ട്രീംസ്. നമുക്ക് കുറെ സ്ഥലത്ത് ഡാറ്റ സ്ട്രീംസ് അപ്ലിക്കേഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇതിനും കുറച്ച് വേറെ സ്പെസിഫിക് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. അപ്പൊ മെയിൻലി 4 ടൈപ്പ് ഡാറ്റ ടൈപ്സ് ആണ് നമ്മൾ പഠിച്ചത്: സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ആൻഡ് ഡാറ്റ സ്ട്രീംസ്. ഓക്കെ. ഇനി ഇത് ബിഗ് ഡാറ്റയുടെ ബേസിസിലാണെന്ന് ഞാൻ പറഞ്ഞു. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ടൈപ്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി കാറ്റഗറിക്കൽ ഡാറ്റ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അതായത് കുറച്ചും കൂടി നമുക്ക് ഇതായിട്ട് പറയാൻ എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് എന്നും കാറ്റഗറിക്കൽ ഡാറ്റയുടെ വേറൊരു പേരാണ്. കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ എളുപ്പമാണ്. എന്താണ് ഡിഫൈൻ ദ കാറ്റഗറി ഓഫ് ഡാറ്റ ആണ് കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡാറ്റ നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാറ്റഗറി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കാറ്റഗറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ മാർക്കിനെ നമുക്ക് പറയില്ല, നമ്മള് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്. ഇത് നമുക്കൊരു കാറ്റഗറിക്കൽ ഡാറ്റ ആയിട്ട് നമുക്ക് പറയാം. അതുമാതിരി പിന്നെ പറയാവുന്ന കാര്യമാണ് ജെൻഡർ. ഓഫ് കോഴ്സ് ജെൻഡർ, മെയിൽ, ഫീമെയിൽ എന്ന് പറയുന്നത്, ട്രാൻസ്ജെൻഡർ. ഇപ്പൊ ഇത് മൂന്നെണ്ണം നമുക്ക് പറയാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഇതിലാണെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കാറ്റഗറി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും. നിങ്ങൾക്ക് ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് അത് പറയാൻ പറ്റുന്നെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇത് ന്യൂമറിക്കൽ വാല്യൂസ് അല്ല. ഇപ്പൊ നമ്മളുടെ ഭംഗി, സൗന്ദര്യം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ 5 സ്റ്റാർ ഒക്കെ കൊടുക്കുന്നത് അത് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടല്ല, കാറ്റഗറി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഓക്കെ, എന്തായാലും അടുത്തത് എക്സാമ്പിൾ ഞാനത് പറയുന്നുണ്ട്. പിന്നെ കാറ്റഗറിക്കൽ ഡാറ്റ ക്യാൻ ബി ഓഫ് 2 ഡിസ്റ്റിങ്ക്റ്റ് മെഷർ സ്കെയിൽ കോൾഡ് നോമിനൽ ആൻഡ് ഓർഡിനൽ. അതായത് കാറ്റഗറിക്കൽ ഡാറ്റയെ നമുക്ക് രണ്ടായിട്ട് എടുക്കാം, നോമിനൽ ആൻഡ് ഓർഡിനൽ ആയിട്ട് എടുക്കാം. അതായത് മെഷർമെന്റ് സ്കെയിലിൽ നമുക്ക് കാറ്റഗറിക്കൽ ഡാറ്റയാണ് നോമിനൽ, ഓർഡിനൽ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെന്താന്ന് പറയാം. അതായത് കാറ്റഗറി ഡിഫൈൻ ചെയ്യുന്നതാണ് കാറ്റഗറിക്കൽ ഡാറ്റ അല്ലെ. അപ്പൊ ഇതില് നമുക്ക് ആ കാറ്റഗറീസ് തമ്മിൽ ഒരു റിലേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്കതിന് നോമിനൽ എന്ന് പറയാം. അതായത് കാറ്റഗറീസ് തമ്മിൽ റിലേഷൻ ഒന്നും ഇല്ല,
ഇപ്പോ ഇപ്പൊ ജെൻഡർ തന്നെ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ഇത് തമ്മിലൊരു ഇതൊന്നുമില്ല. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നോമിനൽ ആയിരിക്കും. ആ സമയം ഓർഡിനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓർഡർ കീപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഓർഡർ കീപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ പറയാം ഈ കാറ്റഗറീസ് തമ്മിൽ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ മാർക്കിന്റെ കാര്യം പറയുമ്പോൾ 90% അബവ് ആണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ, 80% അബവ് ആണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ, 70% അബവ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്. അപ്പൊ ഇത് 70 to 79 വരെയാണ് ഫസ്റ്റ് ക്ലാസ്. അത് ആ ഒരു ഇത് പറയില്ലേ, അപ്പൊ അവിടുന്ന് അങ്ങോട്ട് അത് പാടില്ല. അങ്ങനെ ഓരോന്നും ഇതിൽ എത്ര മാർക്ക്, ഇപ്പൊ 10 മുതൽ 20 വരെ കിട്ടിയവർക്ക് എ ഗ്രേഡ് എന്ന് പറയുന്ന മതി. അവിടുന്ന് പിന്നെ ഇങ്ങോട്ടുള്ളത് അങ്ങനെ നമുക്കൊരു ഇത് പറയും. ഇപ്പൊ ആവറേജ്, ബിലോ ആവറേജ്, എബോവ് ആവറേജ്, ഗുഡ്, അങ്ങനെ പറയില്ലേ, ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓർഡിനൽ എന്ന് പറയാം. അല്ലെങ്കിൽ റാങ്കിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓർഡിനൽ എന്ന് പറയാം. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ന്യൂമറിക്കൽ ഡാറ്റ ആയിരിക്കും, ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിലും സ്കെയിലിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റിനേറ്റ് വാല്യൂസ് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒബ്സർവേഷൻ 2, 3, 4, 5, 6 അങ്ങനെ നമുക്ക് വാല്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രീറ്റ് എന്ന് പറയാം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും, റിയൽ ലൈനിൽ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഏത് വാല്യൂ വേണമെങ്കിലും വരാം. അങ്ങനെ വരുന്നതാണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഡാറ്റേനെ 2, 3, 5 ഒരു ന്യൂമറിക്കൽ ഡിസ്റ്റന്റ് വാല്യൂസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാതെ പറയുമ്പോൾ അത് കണ്ടിന്യൂസ് എന്നാണ് പറയും. ഫോർ എക്സാമ്പിൾ, യുവർ ഹൈറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് കണ്ടിന്യൂസ് സ്കെയിൽ. നോക്കൂ, ഹൈറ്റ് നമുക്ക് കണ്ടിന്യൂസ് സ്കെയിൽ ആയിട്ട് വേണം. നമ്മുടെ ഹൈറ്റ് ഏത് വാല്യൂ വേണമെങ്കിലും വരാം അല്ലെ, അതിൽ പോയിന്റ് വാല്യൂസ് വരാം അല്ലെ. അങ്ങനെ വരുമ്പോ അത് ഇതാണ് 2, 3, 4, 5 എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇങ്ങനെ ഹൈറ്റ് ഇപ്പൊ ഓരോരുത്തരുടെ ഹൈറ്റും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് സെന്റിമീറ്റർ ഇത്ര എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ 162.28 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ. അപ്പൊ അതൊക്കെ അവിടെ വരാം. അതാണ് കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കലി ബേസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ പഠിച്ചു, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, അല്ലെങ്കിൽ കാറ്റഗറിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ്. അപ്പൊ അതിൽ നമ്മൾ സ്കെയിൽ പഠിച്ചു. ഇനി ഒരു സൈക്കോളജിസ്റ്റ് നമ്മൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ട് അതിനൊരു ഇത് വെച്ചിട്ട് ഈ 4 ഇപ്പൊ നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഈ മെഷർമെന്റ് സ്കെയിലിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അത് വെച്ചിട്ട് പറയുന്നതാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്ന ഡാറ്റയാണ് മെഷർമെന്റ് സ്കെയിൽ വെച്ചിട്ട് പറയുന്നത്. നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ, റേഷ്യോ. ഇത് മെയിൻ ആയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞ കാര്യമാണ്. നോമിനൽ, ഓർഡിനൽ എന്ന് പറയുമ്പോൾ ഇത് എന്തിലും വരും, കാറ്റഗറിക്കലിലാണ് വരുന്നുണ്ടാവുക അല്ലെ. മെയിൻലി കാറ്റഗറിക്കൽ ആയിരിക്കും വരിക. ആൻഡ് ഇന്റർവൽ, റേഷ്യോ എന്ന് പറയുമ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവിലാണ് കൂടുതൽ വരിക. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ ആദ്യം ഈ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, എന്നിട്ട് ഞാൻ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഡിഫൈൻ ഇത് വെച്ചിട്ട് ഈ യെസ് ഓർ നോ വെച്ചിട്ട് നമുക്കത് പറയാവുന്നതും പറയാം. അപ്പൊ ഈ IDV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിറ്റി വാല്യൂ ആണ്. IDV. M എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ആണ്. EI എന്ന് വെച്ചാൽ ഈക്വൽ ഇന്റർവെൽസ്. ആൻഡ് MZV എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഓർ സീറോ വാല്യൂനെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ IDV ഒരു യുണീക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് IDV എന്ന് പറയാം, ഒരു യുണീക്ക് ഐഡന്റിറ്റി വാല്യൂ പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് കമ്പയർ ചെയ്യാൻ പറ്റുമോ, എങ്കിൽ നമ്മൾക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ മാഗ്നിറ്റ്യൂഡ് എന്ന് നമുക്ക് വെച്ച് ആ ക്യാരക്ടർ ഉണ്ട് എന്ന് പറയാം. ഈക്വൽ ഇന്റർവെൽസ്, ഓഫ് കോഴ്സ് ഈക്വൽ ഇന്റർവെൽസ് നമുക്ക് അറിയാലോ, 2 to ഇപ്പൊ നമ്മൾ 1 to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും പിന്നെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടും എക്സാം അതൊക്കെ പറയുന്ന വലിയ ടോപ്പിക് ആയിട്ട് വരും. ഈക്വൽ ഇന്റർവെൽസ് തന്നെ സെയിം ഇന്റർവെലിന്റെ ലെങ്ത് സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഈക്വൽ ഇന്റർവെൽസ്. ആൻഡ് മിനിമം സീറോ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഒരു മിനിമം വാല്യൂവിനെ അത് അക്സെപ്റ്റ് ചെയ്യുക. അതെന്ന് വെച്ചാൽ അത് ആ സമയത്ത് നമ്മുടെ അട്രിബ്യൂട്ട് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് അത് ഇല്ല, ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള ഒരു ഫോർമാറ്റ് ആണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇത് ആണ് ഇത് ക്യാരക്ടേഴ്സ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നന്നായി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഇതിൽ പറയാം. ഓക്കെ, നോമിനലില് ഇപ്പൊ നമ്മൾ പറയുന്നതാണ് ജെൻഡർ. ഞാൻ ആദ്യം പറഞ്ഞു ജെൻഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഇവിടെ ഫീമെയിൽ മെയിൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ നോമിനൽ എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ റിലേഷൻ ഒന്നുമില്ല. ആൻഡ് അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇതിൽ നോക്കൂ, യുണീക്ക് ഐഡന്റിറ്റി വാല്യൂ, യുണീക്ക് ഐഡന്റിറ്റി വാല്യൂ. നോമിനൽ എന്ന് പറഞ്ഞാൽ അതൊറ്റ F എന്ന് പറഞ്ഞാൽ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ വാല്യൂ ആണ്, അല്ലാതെ അതിന് വേറെ അതിൽ ഇത് വരുത്തുന്നില്ല. സോ അത് ഉണ്ട്. പിന്നെ മാഗ്നിറ്റ്യൂഡ്,
പക്ഷെ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ കമ്പാരിസൺ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ റേഷ്യോ കമ്പാരിസൺ ആയിട്ടൊന്നും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല, നോമിനൽ വാല്യൂ യൂസ് ചെയ്യുന്നില്ല. ദെൻ ഈക്വൽ ഇൻട്രവൽസ്, അതിനെപ്പറ്റി അവിടെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈക്വൽ ഇൻട്രവൽസ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നേ ഇല്ല. ദെൻ അൺസെറ്റ് ബി, മിനിമം വാല്യൂ, അത് ഇല്ല എന്നുള്ള ഒരു പോയിന്റും നമുക്ക് വരുന്നില്ല. ഒരു മിനിമം വാല്യൂ ഉണ്ടോ നോമിനലിൽ? ഇപ്പൊ ജെൻഡറിൽ ഒരു മിനിമം വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇവിടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇൻകം കാറ്റഗറിയാണ് ഓർഡിനൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ, നമുക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണമെങ്കിൽ ബിലോ ആവറേജ്, എബവ് ആവറേജ്, അങ്ങനെ ഗുഡ്, വെരി ഗുഡ്, ആ ഒരു കാറ്റഗറി നമുക്ക് എടുക്കാവുന്നതാണ്. അതിൽ എങ്ങനെയാ വെച്ചാൽ ഇതിനിപ്പോ അത് കണ്ടു, ഓർഡർ കീപ്പ് ചെയ്യുന്നുണ്ട്. 0 to 26 എന്ന് പറയുന്നത് പിന്നത്തെ വാല്യൂ 26 എന്ന് 46 വരെയാണ്. അപ്പൊ കണ്ടു, ഇത് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. 26ന്റെ താഴെ വരുമ്പോൾ 1 ആണ് വരുന്നത്, പക്ഷെ അതിന്റെ മുകളിൽ വരുമ്പോൾ 2. സോ ഇത് ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഓർഡർ കീപ്പ് ചെയ്യുമ്പോഴാണ് ഓർഡിനൽ ആവുന്നത്. ഇനി ഓർഡിനലിന്റെ ഈ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് യൂണിക് വാല്യൂ, യെസ് യൂണിക് വാല്യൂ ഉണ്ട്, ഐഡന്റിറ്റി വാല്യൂ ഉണ്ട്. പിന്നെ ഫോർ റാങ്കിങ് ആണെങ്കിൽ നമ്മൾ റാങ്ക് ഓർഡറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പാരിസൺ യൂസ് ചെയ്യുന്നുണ്ട്. ഓർഡിനലിൽ ഒരു പരിധി വരെ ഉണ്ട് കമ്പയർ ചെയ്യാൻ, റേഷ്യോ അല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മാർക്കിന്റെ കാര്യത്തിലൊക്കെ തന്നെ വെച്ചാൽ നമുക്ക് മനസ്സിലാവും അത്, അല്ലെ? മാർക്ക് നമ്മൾ കാറ്റഗറൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ. പിന്നെ ഈക്വൽ ഇന്റർവൽസ് അതിവിടെ ഇല്ല. നമുക്കിതിപ്പോ 1 ഇതാണെങ്കിൽ 2ന് ഇതേ ഇന്റർവെല്ലിൽ കീപ്പ് ചെയ്യണമെന്നൊന്നും അങ്ങനെ നമുക്ക് ഇല്ല. പിന്നെ മിനിമം വാല്യൂ, മിനിമം 0 വാല്യൂ, ഇതില് ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അല്ലെങ്കിൽ അതിന് 0 എന്നുള്ള വാല്യൂവിനെ പറ്റിയിട്ട് അതിലവിടെ പറയുന്നില്ല. 0 എന്നുള്ള വാല്യൂ എന്ന് വെച്ചാൽ 0 എന്ന് നിങ്ങൾ ഉദ്ദേശിക്കേണ്ട, മിനിമം വാല്യൂവിനെ പറ്റിയിട്ട് അവിടെ നിങ്ങൾക്ക് ഇല്ല. അതിന്റെ മീനിങ് അത് ഇല്ല എന്നുള്ള മീനിങ് വരുന്നില്ല, അത് കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് അതിന്റെ മീനിങ് അവർ എടുക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടർ അവിടെ നമുക്ക് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് ഓർഡിനലിന് ഇവർ ക്യാരക്ടർ ആയിട്ട് പറയുന്നത്. ദെൻ അടുത്തത് നോക്കൂ, ഇന്റർവെൽ ആയിട്ടാണ് പറയുന്നത്. അതായത് ഡാറ്റ നമ്മുടെ എന്തായിരിക്കും, കണ്ടിന്യൂസ് ഫോർമാറ്റ്, കണ്ടിന്യൂസ് ഫോർമാറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇന്റർവെൽ ആയിട്ട് വരുമ്പോൾ ഡാറ്റ നമ്മൾ ഐക്യു, ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസും ആണ് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ആയിട്ട്. അതായത് ഇന്റർവെൽ എപ്പോഴും നമ്മൾ പറയില്ല, കൂടിയ താപനില, കുറഞ്ഞ താപനില, ഇന്ന് ഇത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവാം, ഇത്ര ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇത്ര ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും എന്നൊക്കെ പറയാം. അത് ഏത് വേണമെങ്കിലും വരും. അതുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് ആണ് പറഞ്ഞത്. ആൻഡ് അത് നമുക്ക് നമ്മൾ ഇന്റർവെൽ റേഷ്യോ, ഇന്റർവെൽ ആയിട്ട് പറയാം. ഇവിടുന്ന് മുതൽ ഒരു ഇത് പറയാം, നമ്മൾ ഇത്ര മുതൽ ഇത്ര വരെ അങ്ങനെ പറയുന്നതാണ് ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇന്റർവെൽ ആയിട്ട് നമ്മളത് പറയുന്നു. ആൻഡ് അത് നമ്മൾ ഇതിൽ ന്യൂസിലൊക്കെ കേൾക്കില്ലേ, കൂടിയത് ഇത്ര ഡിഗ്രി മുതൽ ഇത്ര ഡിഗ്രി വരെ നമുക്ക് കൂടാം കുറയാം, അങ്ങനെയായിരിക്കും നമ്മൾ പറയുക, ഇന്നത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതില് IDV ഉണ്ട്, യൂണീക്ക് ആയിട്ട് നമുക്ക് പറയാം, ഐഡന്റിറ്റി വാല്യൂ ആയിട്ട് പറയാൻ പറ്റും. ദെൻ കമ്പയർ ചെയ്യാൻ, ശരിയാണ്, നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് അല്ലെ? നമ്മൾ ഇവിടുത്തെ ഇത് ഡിഗ്രി സെൽഷ്യസും അവിടുത്തെ ഡിഗ്രി സെൽഷ്യസും നമ്മൾ കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റും. ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ മീൻസ് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷണൽ ആയിട്ട് നമ്മൾ എടുക്കാനും നമുക്ക് പറ്റും. പിന്നെ ഈക്വൽ ഇന്റർവെൽസ്, മെയിൻലി നമ്മൾ ഇന്റർവെല്ലിന് ഈക്വൽ ഇന്റർവെല്ലാണ് എന്ന് ഇതുമ്പോൾ ഈക്വൽ ഇന്റർവെൽസ് ഫോളോ ചെയ്യാൻ നമ്മൾ നോക്കും. ആൻഡ് പക്ഷെ അതിന്റെ അർത്ഥം അതിന് മിനിമം വാല്യൂ ഇല്ല, മിനിമം വാല്യൂ അത് നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്, ഇപ്പൊ ഇവിടെ ബുദ്ധി ഇല്ല, 0 ആണെന്ന് വെച്ചാൽ ഐക്യു ഇല്ല, അങ്ങനെയുള്ള ഒരു മീനിങ് നമ്മൾ അവിടെ എടുക്കുന്നില്ല. ഇപ്പൊ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താ ആ വെള്ളം ഇല്ലാതെ ആവുന്നില്ലല്ലോ, ആ സാധനം അവിടെ ഉണ്ട്, അത് ഫ്രീസായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അതാണ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെള്ളത്തിന് വേറൊരു ഫോർമാറ്റിൽ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ ഇല്ല എന്നുള്ള മീനിങ് അവിടെ വരുന്നില്ല. സോ അതുകൊണ്ട് അത് ഇന്റർവെൽ ആണ്. പക്ഷെ റേഷ്യോയിൽ ആവുമ്പോൾ നോക്കൂ, റേഷ്യോയിൽ ആവുമ്പോൾ അവിടെയും കൂടിയും യെസ് വരും. അവിടെ നമ്മൾ ഈ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ടെമ്പറേച്ചർ ഇൻ കെൽവിന് കെൽവിൻ സ്കെയിലിൽ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ ഉണ്ടാവും, ആബ്സല്യൂട്ട് 0 പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും. ഒരു -273 കെൽവിൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ആബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞിട്ട് അത് അവിടുന്ന് അപ്പുറത്തേക്ക് ഇല്ല, അങ്ങനെയുള്ള ഒരു നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാണ്. അവിടെ വെള്ളം ഇല്ല, അത്രയും ആബ്സല്യൂട്ട് 0 എന്നുള്ള ഒരു കൺസിഡറേഷൻ അതിന്നാണ് ആ സ്കെയിൽ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് അത് പറയുന്നത്, അത് റേഷ്യോ സ്കെയിലാണ്, അല്ലെങ്കിൽ അത് മിനിമം വാല്യൂ അതിനുണ്ട്, അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഏജ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഒരു കുട്ടി ജനിച്ചു, ജനിച്ചു പറഞ്ഞാൽ ആ കുട്ടിക്ക് വയസ്സില്ല, പിന്നെ ഏതൊക്കെയോ ചൈനയിലോ എവിടെയോ അങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ എന്താണ് പറയാ, സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഏജ് ഒരു റേഷ്യോ സ്കെയിലാണ്. കാരണം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജനിച്ചുടനെയുള്ള കുട്ടിയുടെ ഏജ് നമുക്ക് പറയാൻ പറ്റില്ല. ആ കുട്ടിക്ക് ഏജ് ഇല്ല, ആയിട്ടില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് ഏജ് ആയിട്ട് വരും. അതുകൊണ്ടാണ് മിനിമം വാല്യൂയിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് നമുക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അത് കൺസേൺ ചെയ്തു. അതാണ് യെസ് അവിടെ വരുന്നത് മിനിമം വാല്യൂല്. ബാക്കി IDV ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യാൻ. റേഷ്യോ എന്ന പേരിൽ തന്നെ നമുക്ക് കമ്പാരിസൺ വരുന്നുണ്ട് അല്ലെ? കമ്പയർ ചെയ്യാം, നമുക്ക് പ്രൊപ്പോർഷണൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈക്വൽ ഇന്റർവെൽസ് ആയിരിക്കണം. ആൻഡ് ഈ മിനിമം വാല്യൂ ഇത് നമ്മള് യെസ് അത് നമ്മള് 0 മിനിമം വാല്യൂല് ആ സംഭവം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതാണ് മെഷർമെന്റ് സ്കെയിൽസ് ഓഫ് ഡാറ്റ. ആൻഡ് അതാണ് മെയിൻ ആയിട്ട് അതിൽ പറയുന്നത്. അടുത്തത് സാമ്പിളിംഗ് ഒരു സ്കെയിലിംഗ് മെഷർമെന്റ് ടൈപ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ മെഷർമെന്റ് ഡാറ്റ ടൈപ്സ് എന്ന് പറയാൻ പറ്റില്ല. ശരിക്ക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കൊണ്ടുവന്നു, ആ സെക്ഷന്റെ പോയിന്റ് 2 ആയിട്ട് അത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വലിയ പോപ്പുലേഷൻ ആയിരിക്കും അല്ലെ? പോപ്പുലേഷൻ വലുതായിരിക്കും. ഇപ്പൊ നമ്മുടെ സെൻസസ്, ഇന്ത്യയിലെ സെൻസസ് എന്ന് പറഞ്ഞ പോപ്പുലേഷന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സെൻസസ് എന്ന് പറയുന്നത്. നമ്മൾ എൻറ്റയർ ഡാറ്റ ഫുൾ ആയിട്ട് എടുക്കുന്നതാണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ പോപ്പുലേഷൻ എന്ന് വെച്ചപ്പോ ഇവിടെ ഈ സർക്കിൾ ഇത് ഫുൾ നമ്മുടെ പോപ്പുലേഷനാണ്. ഇതിലെല്ലാം നമുക്ക് പോപ്പുലേഷൻ, എൻറ്റയർ ഡാറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് പോപ്പുലേഷനാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് മാത്രം നമ്മൾ എടുക്കുന്നതാണ് ഈ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ചില ഫോർമാറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് സാമ്പിളിംഗ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ആ എടുത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷന്റെ സബ്സെറ്റ് ആണ് സാമ്പിൾ. വലുതാവുന്നില്ല, പോപ്പുലേഷൻ വലുതായിരിക്കും, സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. ആ പോപ്പുലേഷൻ നമ്മൾ കുറച്ചെടുക്കുന്നതിനാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ എന്റെ ഡാറ്റ നമുക്ക് എപ്പോഴും അത് പോപ്പുലേഷൻ ഫുൾ നമുക്കൊരു പ്രൊജക്റ്റിന് അല്ലെങ്കിൽ നമ്മൾ എന്താ റിസർച്ച് ചെയ്യുന്ന അതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ടൈം, കോസ്റ്റ് എല്ലാം നമുക്ക് ഇതായിട്ട് മാറും. പക്ഷെ സാമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പോപ്പുലേഷനെ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ സാമ്പിളിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് സാമ്പിളിന്റെ ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. പോപ്പുലേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഗുഡ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നല്ല റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം, പോപ്പുലേഷന്റെ നല്ല റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം സാമ്പിൾ എന്ന് വേണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് പോപ്പുലേഷന്റെ എല്ലാവിധ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം റെപ്രസെന്റ് ചെയ്ത ഒരു സാമ്പിളിംഗ് മെത്തേഡിലൂടെ ആയിരിക്കണം നമ്മൾ സാമ്പിൾ എടുത്തിട്ടുണ്ട്. നല്ലൊരു സാമ്പിൾ തന്നെ ആയിരിക്കണം. ആ സാമ്പിളിനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പോപ്പുലേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിരിക്കണം. കാരണം ദാറ്റ്സ് എക്സാക്ട് മിറർ എന്ന് പറയുന്ന മതി. അങ്ങനെയല്ല, മിറർ ആകുമ്പോൾ പിന്നെ ഫുൾ പോപ്പുലേഷൻ വേണം. അങ്ങനെയല്ല, അതിന്ന് ആ സാമ്പിൾ അത്രയും നല്ല റെപ്രസെന്റേഷൻ ആയിരിക്കണം നമുക്ക് പോപ്പുലേഷന്റെ തരാവുന്നത്. അപ്പോഴാണ് നല്ല റിസൾട്ടും നല്ല ഡിസിഷൻസും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടതായിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡാറ്റയാണ്. സാമ്പിൾ അതിൽ നിന്ന് കുറച്ച് മാത്രം നമ്മൾ എടുക്കുന്ന ഒരു സബ്സെറ്റ് ആണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതില് യൂസ് ചെയ്യുന്ന 2 വേർഡ്സ് ആണ് പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്കും. നമ്മൾ സാമ്പിളിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാന്ന് വെച്ചാലും അതിന് നമ്മൾ പറയുക സ്റ്റാറ്റിസ്റ്റിക് എന്നാണ്. സാമ്പിളിൽ നിന്ന് കമ്പ്യൂട്ട് ചെയ്യുന്ന എല്ലാം നമുക്ക് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക് എന്നാണ്. സാമ്പിൾ മീൻസ്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ സൈസ് നൊട്ടേഷൻസ് ശ്രദ്ധിച്ചോളൂ. സാമ്പിൾ മീൻ X ആണ്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ (s) ആണ്, സാമ്പിൾ സൈസ് n ആണ്. ദെൻ ഈ സാമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോപ്പുലേഷന്റെ പാരാമീറ്റേഴ്സ് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാം, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പോപ്പുലേഷന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പോപ്പുലേഷനിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു സാമ്പിളിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ അതിന് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞു. പോപ്പുലേഷന് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറയാ പാരാമീറ്റേഴ്സ് ആണ്. പോപ്പുലേഷന്റെ മീൻ, പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷന്റെ സൈസ് മ്യൂ, സിഗ്മ, ക്യാപിറ്റൽ N റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇതിന്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, പാരാമീറ്റേഴ്സ് ആണത് അല്ലെ. ഈ പോപ്പുലേഷന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനെ പറയുക പാരാമീറ്റേഴ്സ് ആണ്. സാമ്പിളിന്റെ ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്, പോപ്പുലേഷന്റെ ആണെങ്കിൽ പാരാമീറ്റർ. സോ ഈ പാരാമീറ്റർ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സാമ്പിളിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ട് നമുക്ക് പോപ്പുലേഷൻ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാമ്പിൾ ഒരു നല്ലൊരു പോപ്പുലേഷൻ നല്ലൊരു സാമ്പിൾ ആയിരിക്കുമ്പോഴാണ് നമുക്കത് നല്ല രീതിയിൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതാണ് മീനിങ്. നമ്മൾ ഒരു
ഏറ്റവും ചെറുതായിട്ട് ഇപ്പൊ നമ്മൾ പറയില്ലേ ഒരു ചോറ് അരി വെന്തോ നോക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വറ്റെടുത്തിട്ടല്ലേ നമ്മൾ നോക്കുള്ളൂ, അതിന് കുറച്ച് ഇതായിട്ടല്ലേ നമ്മൾ നോക്കുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ സാമ്പിൾ. എന്നിട്ട് നമ്മൾ ആ പോപ്പുലേഷൻ ഫുൾ വേവ് നമുക്ക് ആവശ്യത്തിനുള്ള വേവായെന്ന് മനസ്സിലാകുന്നില്ലേ. അപ്പൊ ഈ ഒരു സംഭവം സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്ററിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് പോപ്പുലേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോഴും സെയിം റിസൾട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് അതൊരു നല്ല ഡിസിഷൻ ആയിട്ട് നല്ലൊരു റിസൾട്ട് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോഴെപ്പോഴും പോപ്പുലേഷന്റെ നല്ല റെപ്രസെന്റേഷൻ ആയിരിക്കണം എന്ന് പറയുന്നത്. സോ ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ മെയിൻലി ഉദ്ദേശിച്ചിരുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ദ ടേം ഡാറ്റ സയൻസ്. ആൻഡ് ക്വസ്റ്റ്യൻ അതിൽ ഫസ്റ്റ് ഡാറ്റ സയൻസിന്റെ ഡിഫൈൻ ടേംസ് നമ്മൾ പറഞ്ഞു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, സ്ട്രക്ചർ, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് ഡാറ്റ ആൻഡ് സ്ട്രീം ഡാറ്റയെ പറ്റി നമ്മൾ എന്താന്ന് പറഞ്ഞു. ആൻഡ് മെഷർമെന്റ് സ്കെയിലിൽ താഴെ തന്നിരിക്കുന്നതിൽ അത് എങ്ങനെയൊക്കെയാണ് എന്നാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഏജ് എന്ന് പറയുമ്പോൾ ഞാൻ അത് അവിടെ ആദ്യം തന്നെ പറഞ്ഞു. റേഷ്യോ സ്കെയിൽ നമ്മൾ എക്സാമ്പിൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഏജ് റേഷ്യോ സ്കെയിൽ ആണ്. ദെൻ ഏജ് കാറ്റഗറി. സോ ഓഫ് കോഴ്സ് അത് എന്തായിരിക്കണം, നോമിനൽ ഓർ ഓർഡിനൽ ആയിരിക്കണം. സോ ഏജ് കാറ്റഗറി എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കാം, നമുക്ക് ഫസ്റ്റ് ഇപ്പൊ ഒരു അഡൽട്ട്, ഫസ്റ്റ് അഡൽട്ട് വേണ്ട, ചൈൽഡ്, ടീനേജ്, അഡൽട്ട്, അങ്ങനെ ഒരു ഏജിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാം അല്ലെ. അപ്പൊ അതൊരു നമുക്കൊരു ഓർഡർ കീപ്പ് ചെയ്യണ്ടേ. സോ അത് ഓർഡിനൽ ഇതിലായിരിക്കും വരിക, ഓർഡിനൽ സ്കെയിലായിരിക്കും വരിക. പിന്നെ കളർ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇതുണ്ടായി അല്ലെ. ഇപ്പൊ ബ്ലൂ ഡാർക്ക് ബ്രൗൺ, ബ്ലാക്ക്, പിന്നെ അറിയില്ല, പല സ്ഥലത്തും ഇനി പല കളർ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കളർ ഓഫ് ഐ അത് ഡിപ്പെൻഡൻസി ഒന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതെന്തായിരിക്കണം, നോമിനൽ ആയിരിക്കാം. ദെൻ വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കത് റേഷ്യോ ആയിരിക്കാം അല്ലെ, കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് ഇന്റർവൽ ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അതൊരു കണ്ടിന്യൂസ് ഡാറ്റയാണ്, ഇന്റർവൽ ആയിരിക്കാം. പിന്നെ റേഷ്യോ അതുണ്ട്, കമ്പയർ ചെയ്യാം നമുക്ക്, ഇന്റർവെൽ ആണെന്ന് വരെ നമുക്ക് ഓക്കെ. ഇനി മിനിമം വാല്യൂന്റെ കേസാണ് നമുക്ക് അവിടെ നോക്കേണ്ടത്. മിനിമം വാല്യൂന്റെ കേസിൽ നോക്കുമ്പോൾ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെയിറ്റ് ഇല്ല എന്ന് തന്നെയല്ലേ മീൻസ്. അപ്പൊ അത് എന്തായിരിക്കണം, നമുക്ക് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളത് നമുക്ക് യെസ് എന്ന് പറയാൻ പറ്റുമോ? യെസ് അല്ലെ, ഏജ് പറഞ്ഞ മാതിരി തന്നെയാണ് അത്. അപ്പൊ അത് എന്തായിട്ട് നമുക്ക് മാറ്റാം, വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് എന്ന് പറയുന്ന റേഷ്യോ സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെ. കാരണം സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ് നോട്ട് എക്സിസ്റ്റ് തന്നെയാണ് അതിന്റെ മീനിങ്. സോ അതുകൊണ്ട് അത് നമുക്ക് അവിടെ കമ്പയർ ചെയ്യാം. പിന്നെ ഗ്രേഡ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ഗ്രേഡ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് നോമിനൽ ആയിട്ട് വരും, ഓർഡിനൽ ആയിട്ട് വരും. ഓർഡിനൽ അല്ലേ വരിക, ഓർഡർ കീപ്പ് ചെയ്യണ്ടേ. ബെറ്റർ, ഞാൻ പറഞ്ഞ മാതിരി ഗുഡ്, ആവറേജ്, അത് നമുക്ക് ഫോളോ ചെയ്യണം. സോ അത് ഫോളോ ചെയ്യാനുള്ളതുകൊണ്ട് അത് ഓർഡിനൽ ആയിരിക്കും. ദെൻ 5 point ലൈക്കർട്ട് സ്കെയിൽ, അതും നമുക്ക് ഓർഡിനൽ ആയിട്ട് എടുക്കാം. കാരണം ഓരോന്നിനും ഓരോ പോയിന്റ് നമ്മൾ കൊടുക്കുന്നതിനും മീനിങ് ഉണ്ട് അല്ലെ. അപ്പൊ ആ മീനിങ് ഉള്ളതിന് ഒരു ഓർഡർ ഉണ്ട്. ഗുഡ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി പുവർ, ഗുഡ് എന്ന് പറഞ്ഞ മാതിരി ഒരു ഓർഡർ ഉണ്ട്. സോ അത് ഓർഡിനൽ ആയിരിക്കും. അപ്പോ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പഠിച്ചത്. ഓക്കെ, ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.